വസു ദേ നിന്റെ മോൻ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു എന്ന് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ജഗദീഷ് ചേട്ടൻ കയറി വരുമ്പോൾ ഒരു പറച്ചിലുണ്ട് യോധ സിനിമയിൽ ഇല്ലേ. അപ്പം അങ്ങനെ ഒരു സീന് അന്വർത്ഥമാകുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു. നമുക്ക് വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റിൽ ഇന്ത്യ തോക്കുക എന്ന് പറയുന്ന ഒരു വിഷമമാണ്. പക്ഷേ ഞാൻ മറ്റൊരർത്ഥത്തിൽ പറയുകയാണ്. ആദ്യമായിട്ട് അയർലൻഡ് ഇന്ത്യയെ തോപ്പിച്ച് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് 2-0. അയർലൻഡിൽ വെച്ച് നടന്ന 2020 മത്സരം. അതിൽ നമ്മുടെ പേരുകേട്ട ബാറ്റ്സ്മാൻമാരെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മാറിയിട്ട് ശ്രേയസ് അയ്യർ ആയിരുന്നു ക്യാപ്റ്റൻ. ആ ഒരു വ്യത്യാസം. പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. കളി രണ്ടും തോറ്റുപോയി. സഞ്ജു സാംസന്റെ കളി കാണാനിരുന്ന ആദ്യത്തെ കളി 4 റൺസിന് പോയി. മൂണ്ട്ര എന്ന് പറയുന്ന ഒരു ബോളർ 4 റൺസിന് സ്റ്റംപ് എടുത്തു. ഇന്നത്തെ മത്സരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ആദ്യത്തെ ബോളിൽ തന്നെ സഞ്ജുവിനെ LBW ആക്കി. അത് കഴിഞ്ഞിട്ട് ഓപ്പണിങ്ങിന് ഇറങ്ങിയ അഭിഷേക് ശർമ്മ ആദ്യത്തെ ബോളിൽ തന്നെ അടിച്ച് കൈ കൊടുത്തു. ഓപ്പണർമാർ രണ്ടുപേരും മുട്ടയ്ക്ക് പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏതായാലും അയർലൻഡിന്റെ ബാറ്റിംഗ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ടിം ടെക്ടറും അതുപോലെ തന്നെ റോസ് അഡയറും ബാറ്റിങ്ങിന് കയറി. ആദ്യത്തെ ഒരു ഇതില് അർഷദീപ് നല്ല രീതിയിൽ അടിമേടിക്കുന്നു. അർഷദീപ് സിംഗ് എന്നാന്നറിയത്തില്ല, IPL തൊട്ട് നമ്മൾ കാണുന്നതാണ്. ചെണ്ടമേളമാണ്. സിറാജിനെ പണ്ട് ചെണ്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അർഷദീപ് നല്ല രീതിയിൽ അടിമേടിക്കുന്നുണ്ട്. അടിമേടിച്ചാലും 2 വിക്കറ്റും ഏകദേശം പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. അതായത് ടിം ടെക്ടറിനെ വീഴ്ചത് ഹർഷിത് റാണെ ആണെങ്കിൽ റോസ് അഡയറിനെ വീഴ്ചത് അർഷദീപ് സിംഗ് ആണ്. പിന്നെ ഹാരി ടെക്ടർ, അത് ടിം ടെക്ടറിന്റെ എന്റെ സഹോദരനാണ്. പുള്ളിക്കാരനാണ് അടിച്ചത്. 53 റൺസ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ലോക്കാൻ ടക്കർ 15 റൺസിന് പോയി. ബെഞ്ചമിൻ കാലിറ്റ്സ് 37 റൺസ്. കിടിലം ബാറ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ മേലെ കേട്ടോ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഇതൊക്കെ ഏത് പ്ലെയർ ആണ്? ഐറിഷ് പ്ലെയേഴ്സിന്റെ പേരുകൾ ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ജോർജ് ഡോക്ടറിൽ 19 റൺസ് അടിച്ചു. ഇനിയിപ്പം ഇന്ത്യൻ ബോളിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ അർഷദീപ് 4 ഓവറിൽ 35 റൺസ് ആണ് കൊടുത്തത്. 2 വിക്കറ്റ് നേടി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. 2 വിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല. ഹർഷിത് റാണ 3 ഓവറിൽ 17 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. പിന്നെ ശിവൻ ഡൂബെ 1 ഓവറിൽ 2 വിക്കറ്റ് ഒക്കെ വീഴ്ത്തിയായിരുന്നു കേട്ടോ. 3 ഓവറിൽ 25 റൺസ് കൊടുത്തു. പ്രിൻസ് യാദവിന്റെ ആദ്യത്തെ ഇതായിരുന്നു എന്നാ പറയുന്നത് T20 മാച്ചായിരുന്നു. അതിൽ 2 വിക്കറ്റ് നേടി. നന്നായിട്ട് എറിഞ്ഞിട്ടുണ്ട്. 4 ഓവറിൽ 22 റൺസാണ് വഴങ്ങിയത്. സൂര്യാൻഷ് ഷെഡ്ജ് എന്ന് പറയുന്നൊരു പ്ലെയർ വന്നു. 2 ഓവറിൽ 25 റൺസാണ് കൊടുത്തത്. ഒരു ഓൾറൗണ്ടർ എന്നുള്ള ഒരു പരുവത്തിലാണ് പുള്ളിയെ കൊണ്ടുവന്നത്. പക്ഷേ നല്ല രീതി ആദ്യത്തെ ഒരു മത്സരത്തിന്റെ പ്രഷറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ കിട്ടി, അടി മേടിച്ചു. അക്ഷർ പട്ടേൽ 4 ഓവർ 28 റൺസ്. അങ്ങനെ ടോട്ടൽ 154 റൺസാണ് അയർലൻഡ് നേടിയത്. അയർലൻഡ് നേടിയ ആ ഒരു ഇതിനെ മറികടക്കാൻ ഇന്ത്യക്കായിട്ട് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ബാറ്റിങ്ങിന് ഇറങ്ങി. 2 പേരും വന്നു. ആദ്യത്തെ ബോളിൽ തന്നെ 2 പേരുടെ വിക്കറ്റ് പോയി. പിന്നീട് ഇഷാൻ കിഷൻ വന്നു. 12 റൺസിന് അദ്ദേഹം പോയി, റൺഔട്ടായിരുന്നു. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ 10 റൺസിന് പോയി. അപ്പം തിലക് വർമ്മ കുറച്ചു നേരം പിടിച്ചു വന്നു, 55 റൺസ്. പക്ഷെ അത് ഈ തിലക് വർമ്മയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ഞാൻ മനസ്സിലാക്കിയത്, അധികം പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു പ്ലെയർ ആണ്. കാരണം ഒറ്റക്കൊരു കളി ജയിപ്പിക്കുക എന്നുള്ളത് IPL പുള്ളി കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പുള്ളി അതിനി തെളിയിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ബാറ്റ്സ്മാൻമാരും പരാജയമായിരുന്നു. അപ്പോൾ ഒരാളെ നമ്മൾ അടിച്ചയാളെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. ശിവം ഡൂബെ ഉണ്ടായിരുന്നു, 20 റൺസാണ്. ശിവം ഡൂബെ ഈ പറയുന്ന പോലെ വമ്പനടിക്ക് ശ്രമിച്ച. കാരണം അവർ നല്ല രീതിയിൽ ബോൾ ചെയ്തു. അവസാന നിമിഷമായപ്പോൾ നമുക്ക് റൺസ് വേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വലിച്ചടി തുടങ്ങി. അപ്പോൾ പോയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗ്രൗണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രൗണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എല്ലാം നമ്മുടെ ഒരു വീക്ഷണത്തിൽ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ശിവൻ ഡൂബയ്ക്ക് ശേഷം പിന്നീട് വന്നത് നമ്മുടെ സൂര്യൻഷ് ഷെഡ്ജാണ്. ഷെഡ്ജിന്റെ വിക്കറ്റും ഇതുപോലെ തന്നെ നമ്മൾ ഓൾറൗണ്ടറാന്നൊക്കെ പറഞ്ഞു. 5 പന്തിൽ 1 റൺസാണ് അദ്ദേഹം നേടിയത്. അവസാന നിമിഷം ഹർഷിത് റാണയുടെ വക ഒരു വെട്ടിക്കെട്ട് മാച്ച് ഉണ്ടായിരുന്നു. അതായത് ഈ മത്സരത്തിൽ നമ്മൾ തോറ്റത് കപ്പിനും ചുണ്ടിനും ഇടയിൽ തോക്കുക എന്ന് പറയുന്ന പോലെ. അതായത് അവസാന നിമിഷം അയർലൻഡ് ഇന്ത്യ മത്സരത്തിന്റെ ഏറ്റവും അവസാന ഓവറുകളിൽ നമുക്കൊരു അല്പം പ്രഷർ തോന്നി. കാരണം ഈ കളി ആര് ജയിക്കും എന്നുള്ളൊരു പരുവത്തിൽ. കാരണം ഹർഷിത് റാണ അടിച്ച് 21 റൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയൊക്കെ തന്നു. പക്ഷെ അവസാന ഓവറുകളിൽ നമ്മളിങ്ങനെ എണ്ണുക. 6 ബോൾ 20, 5 ബോൾ 20, അങ്ങനെ എണ്ണി ലാസ്റ്റ് 1 റൺസിനാണ് തോറ്റുപോയത്. അവസാനം പ്രിൻസ് യാദവ് അതായത് 2 ബോൾ 8 റൺസ് വേണം എന്നുള്ള പരുവത്തിലാണ് ഹർഷിത് റാണ വമ്പനടിക്ക് ശ്രമിച്ചു പോയത്. ഫുൾ ടോസിലാണ്. ഉദ്ദേശിച്ച ഏക്കം കിട്ടിയില്ല. ആള് പടയെന്ന് ക്യാച്ച് കൊടുത്ത് മടങ്ങേണ്ടി വന്നു. നല്ലൊരു ഹാർഡ് ഹിറ്ററാണ്. പക്ഷെ എന്ത് പറയാം, ഈ കളി ജയിപ്പിക്കുമായിരുന്നു. അത് ഹർഷിത് റാണ പുള്ളി രാജാവായിരുന്നു ഈ കളി ജയിപ്പിക്കുമായിരുന്നെങ്കിൽ. പക്ഷെ അത് ലാസ്റ്റ് മൊമെന്റിൽ പോയി. പിന്നെ വന്ന പ്രിൻസ് യാദവ് ഒരു 6 ഒക്കെ അടിച്ചു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ 1 റൺസിനാണ് തോറ്റത്.
ഇനി അവരുടെ ഒരു ബോളിങ്ങിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ജയ് മൂൺട്ര, എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് മാൻ ഓഫ് ദ സീരീസ് അയക്കുന്നത്. 3 വിക്കറ്റ് ഈ കഴിഞ്ഞ കളി 2 വിക്കറ്റ്, ടോട്ടൽ 5 വിക്കറ്റാണ് നേടിയത്. ജയ് മൂൺട്രയുടെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഇന്ത്യക്കാരനാണോ എന്നുള്ള തോന്നലൊക്കെ തോന്നി. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് അയർലൻഡിലേക്കൊക്കെ കുടിയേറി പോയവരുണ്ട്. അങ്ങനെ വന്ന ആരെങ്കിലും ആണോ എന്ന് പോലെ ചിന്തിച്ചു പോയി. പിന്നെ അവർക്ക് വേണ്ടി വിക്കറ്റ് എടുത്ത മാത്യു ഹോളാർഡ്, മാത്യു ഹംബ്രൈസ്, ലിയാം മക്കാർത്തിക്ക് വിക്കറ്റ് കിട്ടിയില്ല. ഹാരി ടെക്ടറിന് വിക്കറ്റ് കിട്ടി. അവസാനം ഈ പറയുന്ന പോലെ ഹർഷിത് റാണയെ വീഴ്ത്തിയത് പുള്ളിയാണ്. പക്ഷെ ആ ഓവർ, നമ്മുടെ ലാസ്റ്റ് ഓവർ കുറച്ച് ടൈറ്റൊക്കെ ആയിരുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ ഒരു രീതി ആകെ മൊത്തത്തിൽ നമുക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു രീതി പറയാം. അതായത് അയർലൻഡ് എന്ന് പറയുന്ന ടീമിനെ വില കുറച്ച് കണ്ടതുകൊണ്ട് തോറ്റ ഒരു തോൽവിയാണ് ഇത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എല്ലാ തവണയും അയർലൻഡിലേക്ക് ടൂർണമെന്റിന് വേണ്ടി വരും, അതായത് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേണ്ടി വരുന്നു, എല്ലാ തവണയും സീരീസ് ജയിക്കുന്നു. അയർലൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുന്നത്, ഒരു പ്രഷർ ഉണ്ടാകുന്നില്ല. അതായത് ഒരു നല്ല ടൈറ്റ് മത്സരം വരുന്നില്ല. അപ്പം വളരെ ലാഘവത്തോടുകൂടി കളിക്കാൻ വന്നതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ശരിയാണ്, 1-2 വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ 3 പിന്നെയുള്ള ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം കരുതലോടുകൂടി കളിക്കണം. കരുതലോടുകൂടി കളിക്കുകയാണെങ്കിലും അതായത് അടിച്ചു പൊക്കി വിക്കറ്റ് കളയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഏകദേശം 16 സീരീസുകളോ മറ്റോ തോൽവി അറിയാതെ വന്ന ഒരു ഇന്ത്യൻ ടീമാണിത്. പക്ഷേ അടിപത്രി അവസാനം അയർലൻഡ് ടീമിന്റെ മുന്നിൽ അടിപത്രി. അയർലൻഡ് ടീം എന്ന് പറയുമ്പോൾ അയർലൻഡ് ടീമിനെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം, വേൾഡ് കപ്പിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഇംഗ്ലണ്ടിനെയൊക്കെ 340 റൺസ് ഇംഗ്ലണ്ടൊക്കെ നേടിയപ്പോൾ അത് ചേസ് ചെയ്ത് ജയിച്ച് അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള 1-2 വട്ടം ഇംഗ്ലണ്ടിനെയും പിന്നീട് ഓസ്ട്രേലിയനെയും ഒക്കെ തോപ്പിച്ച്, അതായത് വല്ലപ്പോഴേ വരത്തുള്ളൂ. നമ്മൾ ഈ പറയത്തില്ലേ, അത്താഴം മുടക്കാനായിട്ട് ഉള്ള ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയത്തില്ല, എന്ന് പറയുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. കാരണം ഇവരെ നീർക്കോലികൾ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് തന്നെ വല്ലപ്പോഴേ ജയിക്കുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ജയിക്കുകയാണെങ്കിൽ നമ്മൾ നീർക്കോലി എന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ജയിക്കണമല്ലോ, എത്ര നാൾ കഷ്ടപ്പെട്ടാലും ആ ഒരു ക്രിക്കറ്റ് ബോർഡിന് അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് ടീമിന് അവരുടെ ഷെൽഫിലും വെക്കാൻ വേണ്ട ട്രോഫികൾ. അപ്പോൾ അവർ കഷ്ടപ്പെട്ടതിനുള്ള ഫലമാണ്. ഒരിക്കലും നമുക്ക് ഒരു ടീമിനെയും വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലായത്. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. പണ്ടത്തെ ബംഗ്ലാദേശ് ടീം, പണ്ടുണ്ടായിരുന്ന ബംഗ്ലാദേശ് ടീം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു IA എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ IA എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്നാണ് ബംഗ്ലാദേശ് ടീം അത്യാവശ്യം നമ്മളെ ഒന്ന് പ്രഷർ പോയിന്റിലെങ്കിലും എത്തിക്കുന്ന പരുവത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അത് അവരുടെ ആ ടീമിന്റെ ഒരു വളർച്ചയാണ്. നമുക്ക് കാര്യം പറഞ്ഞാൽ അവന്മാർ ജയിക്കുന്ന അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മൾ കളി വൈസ് നമ്മൾ നോക്കുമ്പോൾ കളി ടൈറ്റായിട്ട് വരാറുണ്ട് ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളപ്പം ഇനിയും അയർലൻഡ് ടീമിന് ഒരുപാട് അവർ ഈ പറയുന്ന പോലെ അവരുടെ നല്ല പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും ഒരു ഇന്റർനാഷണൽ ടീം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ അവർ കുറേയും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകളെ തോൽപ്പിക്കുവാനായിട്ട് അവർക്ക് എന്തുകൊണ്ട് സാധിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ പ്ലേയേഴ്സൊക്കെ ബിഗ് ബാഷ് ലീഗിലും മറ്റുമായിട്ടുള്ള ലീഗുകളിലൊക്കെ അവർ പല ടീംസിന്റെ ഭാഗമായിട്ട് കളിക്കാറുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടാറുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരവും കഴിഞ്ഞ മത്സരവും ഒന്നും പറയാനില്ല. അയർലൻഡ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് കളിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കണം, അതാണ്. അപ്പം 2 കളിയും നല്ല രീതിയിൽ കളിക്കാൻ പറ്റാതിരുന്ന നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ, എല്ലാവരും സഞ്ജുവിൻ്റെ മേളിൽ കുതിര കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ കോച്ചസ്മാരും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ക്രിക്കറ്റ് ടീമിൻ്റെ ആളുകളും എല്ലാം കൂടി ഇനി സഞ്ജുവിൻ്റെ മേളിലോട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് വരും. സാരമില്ല, ഈ എത്ര കൊട്ടിയാലും പുള്ളി ഏറ്റുവരും എന്നുള്ളത് വേറൊരു കാര്യം. ഇന്നത്തെ മത്സരത്തിൽ കളിക്കുകയായിരുന്നെങ്കിൽ അത് കുറച്ച് നന്നായേനെ, നിർണായകമായൊരു മത്സരമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടും പറ്റിയില്ല. നമുക്ക് ആ ഒരു തോൽവിയെ എന്താ പറയുന്നത്, ഇത് ടീമിന്റെ ടോട്ടൽ നമ്മുടെ ടീം ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരെയും വില കുറച്ച് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് ഈ തോൽവികൾക്കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്താ പറയാ, ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ, ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ തോൽവികളിൽ നിന്ന് പാഠം പഠിക്കണം. അയർലൻഡിന്റെ കയ്യിൽ നിന്നും തോറ്റു എന്നും പറഞ്ഞ് ആരും പുച്ഛിക്കാൻ പോകത്തില്ല. ക്രിക്കറ്റാണ്, എല്ലാവരും ജയിക്കേണ്ട ടീമാണ്, എല്ലാവരും കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ മാത്രം എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ലാഘവത്തോടുകൂടി കളി കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓരോ സീരീസ് ഒക്കെ തോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശക്തിയോടുകൂടി നമ്മുടെ ടീമുകൾ വരും. അത് പണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ പണ്ടത്തെ ഒരു സമയത്ത് നമ്മൾ അതിശക്തരായിരുന്നു. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ടീം ക്രിക്കറ്റിന് നമുക്ക് ഭയങ്കര പാടായിരുന്നു തോൽപ്പിക്കാൻ. പിന്നീട് തോൽപ്പിച്ച് നമുക്ക് ആ ഒരു
ആ ഒരു ടൈറ്റ്നസ് മാറി എന്നൊരു ഫീൽ വന്നു. എങ്കിലും ഓസ്ട്രേലിയന് വില കുറച്ചാണ്, ഒരു ഭയങ്കര ടീമാണ്. പക്ഷെ നമുക്ക് തോപ്പിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ. പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു. 10 കളി കളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 2 കളിയോ 3 കളിയോ നമ്മൾ ജയിക്കുള്ളൂ, ബാക്കി കളികളെല്ലാം ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ ജയിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്നാണ് നമ്മൾ വളർന്ന് 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 ഈ ഒരു പരുവത്തിലേക്ക് എത്തിയത്. അപ്പം എന്തായാലും ഇതൊരു പാഠമാണ്. ഈ ഒരു പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ പുറത്ത് സൂര്യവംശിയൊക്കെ പ്ലെയർ ഇരിപ്പുണ്ടായിരുന്നു. സൂര്യവംശിനെ കളിപ്പിക്കാത്തതിൽ ഒരുപാട് പേർക്ക് അമർഷമുണ്ടെന്ന് അറിയാം. കാരണം ഓപ്പണിങ്ങിൽ സഞ്ജു പരാജയപ്പെട്ടപ്പോൾ സഞ്ജുവിന് പകരം സൂര്യവംശിയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഓൺലൈൻ കോച്ചസ്മാർ പേർ ഉള്ളതുകൊണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം ഫൈനൽ ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ കോച്ചുണ്ട്, ക്യാപ്റ്റനുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് തീരുമാനിക്കുന്ന പരിപാടികളാണ്. എന്തായാലും ഈ ഒരു തോൽവി കൊണ്ട് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇനി ഇംഗ്ലണ്ട് സീരീസ് വരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ പോയി നന്നായിട്ട് കളിക്കട്ടെ. സൂര്യകുമാർ യാദവിൻ്റെ കയ്യിൽ നിന്നും മാറി വന്ന ക്യാപ്റ്റൻസി, ശ്രേയസ് അയ്യർ തുടക്കം ഒന്ന് പിഴച്ചു, പക്ഷേ മുന്നോട്ടുള്ള കളികളിൽ എവിടെ എന്തൊക്കെ പാളിച്ചകൾ പറ്റിയെന്ന് മനസ്സിലാക്കി ആ പാളിച്ചകൾ നികത്തി നന്നായിട്ട് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ഇത് പുള്ളിക്കൊരു, നമുക്കറിയാം ഏതൊരു ക്യാപ്റ്റൻ ആണെങ്കിലും ടീമിൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കളികളിൽ പ്രഷർ ഉണ്ടാവും. അത് ജയിച്ചില്ലെങ്കിൽ ഒരുമാതിരി പ്രഷറിൻ്റെ ഭയങ്കരമായ പ്രഷറായിരിക്കും. അതിലെല്ലാം വിട്ട് നല്ല രീതിയിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങട്ടെ. കാരണം പുതിയതായിട്ടൊരു കാര്യം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ സംരംഭമായിരുന്നു. ഒന്ന് പാളി, പക്ഷെ പാളിച്ചകളിൽ നിന്ന് തിരിച്ചു വരട്ടെ. അത് തന്നെ, അത്രേ പറയാനുള്ളൂ.